എല്ലാവർക്കും നമസ്കാരം. മാത്സ് സെക്കൻഡ് ലെസൺ ഡെസിമൽ ഫോംസിന്റെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമുക്ക് പേജ് നമ്പർ 26 ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ 3/20. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഡിനോമിനേറ്ററിനെ 10ന്റെ ഫാക്ടർ ആക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുള്ള 20നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ആദ്യം ചെയ്യാം. 2, 10, 2, 5 അല്ലേ? അപ്പൊ എത്ര വന്നു? 20 ഈക്വൽസ് 2 into 2 into 5. അപ്പോ ഈ ഒരു 2വിന് പെയറിന് കിട്ടിയിട്ടുണ്ട്, ഈ ഒരു 2വിന് കിട്ടിയിട്ടില്ലേ? ഈ ഒരു 2വിനും കൂടി നമ്മളൊരു 5നെ സപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര വന്നു? ഈ 2വിന് 5 ആയപ്പോൾ 2 into 5 into 2 into 5 അല്ലേ? അപ്പൊ 2 into 5 10, 2 into 5 10, അതായത് 10 into 10 100. അപ്പൊ 20നെ ആക്കാൻ പറ്റുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള 10ന്റെ പവർ ഏതാണ്? 100 ആണ്. അപ്പൊ നമ്മള് ഒരു 5നെ മാത്രമാണ് സപ്ലൈ ചെയ്തത്. അപ്പൊ ആ ഒരു 5 കൊണ്ട് നമുക്ക് ഇതിനെയും രണ്ടിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 5 ഇതല്ല, ഇതൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കറിയാം 20നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടും. നമുക്കറിയാം 500. ഇതേപോലെ തന്നെ 5 കൊണ്ട് തന്നെ മുകളിലത്തെ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 15 കിട്ടി. 15/100 0.15 അല്ലെ? അങ്ങനെയല്ല വരാ. 15 2 0 ആണ്. 100ലുള്ള 2 ഡിജിറ്റിലേക്ക് പോയിന്റ് ഇട്ടപ്പോൾ 0.15 കിട്ടി. മനസ്സിലായില്ലേ? അടുത്തത് 3/40. അത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ചെയ്തപ്പോൾ ചെയ്ത ഇതാണ് 3/40. അപ്പൊ അതിന് വീണ്ടും പറയണ്ടല്ലോ. അടുത്തത് 13/40. മൂന്നാമത്തെ 40 നമ്മളിപ്പോ തന്നെ കണ്ടു. 25 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ? അപ്പൊ 13 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 14 ചെയ്യുക. അപ്പോ ഒരു മുകളിൽ ഒരു ന്യൂമറേറ്റർ കിട്ടും, താഴെ 1000 വരും അല്ലെ? 40 into 25 1000 വരും. അപ്പൊ 3 0 നീക്കില്ല, സോറി 3 ഡിജിറ്റ് നീക്കിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അടുത്ത 7/80. 7/80. 18നെ ഫാക്ടറൈസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു തരണേ, അപ്പൊ മനസ്സിലായില്ലേ? 2 പോയി, വീണ്ടും 2, വീണ്ടും 2, 5 കഴിഞ്ഞു. 4 2കളും ഒരു 5ഉം ഉണ്ട്. അപ്പൊ ഇതിനുള്ളത് കിട്ടി അല്ലെ? ഒരു 2ന് പെയറുണ്ട്. ഈ 3 പേരും അനാഥരാണ്, ഇവർക്കില്ല. അപ്പൊ ഇവർക്ക് 3 പേർക്കും നമ്മൾ ഓരോ 5നെ സപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിനൊരു 5നെ കൊടുത്തു, ഇതിനൊരു 5നെ കൊടുത്തു, ഇതിനൊരു 5നെ കൊടുത്തു. ഇത് 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 5 into 5 25, 25 into 5 125. അപ്പൊ 125 കൊണ്ടാണ് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഇത് എത്രയാണ് വരിക എന്നുള്ളത് ഈ 5 into 2 10, 5 into 2 10, 5 into 2 10, ഈ 5 into 2 10. 4 പെയർ വന്നിട്ടുണ്ട്. 4 പെയർ വന്നിട്ടുണ്ട്. അപ്പൊ 10⁴ വരും അതിന്റെ പവർ അല്ലെ? 10⁴ ആണ് വരാ. 5 into 2ന്റെ എത്ര പെയറുകളുണ്ട് അതായിരിക്കും 10ന്റെ പവർ വരാ. അതായത് 1 ഇട്ടിട്ട് അത്രയും 0 വരും എന്നർത്ഥം. അതായത് എത്രയാ? 10⁴ എന്ന് പറഞ്ഞാൽ 10 into 10 into 10 into 10 10,000 വന്നു. മനസ്സിലായില്ലേ? അപ്പൊ 18നെ നമുക്ക് 10ന്റെ ഏത് പവറാണ് നിയറസ്റ്റ്? 80 ഡിവൈഡ് ചെയ്ത് പോണത് ഡിവിസിബിൾ ആയിട്ടുള്ളത് വരുന്നേ 10,000 ആണ് വരുന്നത്. 10,000 കിട്ടണമെങ്കിൽ 18നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് ന്യൂമറേറ്ററിനും അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് 10,000 കിട്ടി അല്ലെ? ഇവിടെ 10,000 കിട്ടി. 7 into 125 എത്രയാ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ 875 ഡിവൈഡഡ് ബൈ 10,000 കിട്ടി. ഇനി നമുക്ക് ഉത്തരം എത്ര വരും? 875നെ നമ്മൾ എടുത്തെഴുതി. 10,000 4 0 ഉണ്ട്. 4 ഡിജിറ്റിലേക്ക് പോയിന്റ് ഇടണം, അല്ലെങ്കിൽ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് വേണം. അപ്പൊ 3 ഡിജിറ്റേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ നമ്മൾ ഒരു 0ന് കൊടുത്തു, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ 0 ഫസ്റ്റ് ഇട്ടു. 0.0875 ആൻസർ കിട്ടി. മനസ്സിലായില്ലേ? അതുപോലെ ഇനി 5/16. 5/16 എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു തരണ്ടല്ലോ. 16 നമ്മൾ ആദ്യം തന്നെ ഫാക്ടറൈസ് ചെയ്തു. 2
8 2 4 2 2 2 1 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 4 രണ്ടുകൾ വന്നേക്ക് ആർക്കും 5 ഇല്ല. അപ്പൊ ഈ ഓരോ രണ്ടിനും നമ്മൾ 5നെ നമ്മൾ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോ എത്ര 5 വേണ്ടി വന്നു നമുക്ക് ഇവർക്ക്? 4 രണ്ടുണ്ട്, അപ്പൊ 4 5 വേണം. അപ്പൊ ഈ 4 5കൾ ചെയ്യുമ്പോ ഈ എത്ര പെയർ വന്നു? 4 പെയർ വന്നു. 4 പെയർ വന്നു എന്ന് പറഞ്ഞാൽ 10⁴. 10⁴ എന്ന് പറഞ്ഞാൽ 10,000. അപ്പൊ ഇത് 10,000 ആയിരിക്കും താഴത്ത് വരാം, ഡിനോമിനേറ്റർ വരാം. 10,000 വരണമെങ്കിൽ എത്ര കൊണ്ടാണ് 16 മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാൻ നമ്മൾ ആരെയാണോ സപ്ലൈ ചെയ്തത് അവരെ മാത്രം എടുത്തിട്ട് മൾട്ടിപ്ലൈ. അപ്പൊ എത്ര വരും? 5 ഇൻറ്റു 5 20, 5 ഇൻറ്റു 5 25, 25 ഇൻറ്റു 5 125, 125 ഇൻറ്റു 5 625. 625 കൊണ്ട് 625 കൊണ്ട് 16 ആണ് താഴത്ത് കിടക്കുന്നത്. 16 മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിൽ കിടക്കുന്ന 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സംസ് ബിലോ. ആദ്യം തന്നെ ആ ഫ്രാക്ഷൻസിന്റെ സമ്മ് കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം അതിനെ ഡെസിമലിലേക്ക് മാറ്റാൻ. 1/5 പ്ലസ് 1/25 പ്ലസ് 1/125. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻസിന്റെ സമ്മും ഡിഫറൻസും കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ സുഖം അല്ലെ. തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ ഒക്കെ ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ ആ ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്ത് വെച്ച് താഴത്ത് ആ ഡിനോമിനേറ്ററിന് എടുത്ത് എഴുതാൻ വേണ്ടോ. ഇത് പക്ഷെ അങ്ങനെയല്ല, 3ഉം 3 എണ്ണമാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കണം. ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇതൊക്കെ 6ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഡിനോമിനേറ്ററിനെ ഈക്വൽ ആക്കാനായിട്ട് എന്തിട്ട് ചെയ്യണ്ടേ? ഈ 3 ഡിനോമിനേറ്ററിന്റെയും LCM കണ്ടുപിടിക്കണം. LCM കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ 3ഉം അതായത് അതിലത്തെ വലിയ നമ്പർ. ഇപ്പൊ 3 ഡിനോമിനേറ്റർ നമുക്കുണ്ട്. ഏതൊക്കെയാ? 5 25 125. ഈ 3 എണ്ണത്തിലത്തെ 5 25 125 ഇതിലത്തെ വലുത് 125 ആണ്. ഈ 125ല് ഈ 25ഉം ഈ 5ഉം ഈ ബാക്കി രണ്ടെണ്ണം ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. ഡിവിസിബിൾ ആണെങ്കിൽ ഇതിലത്തെ വലുതായിരിക്കും LCM. മനസ്സിലായില്ലേ? ഇനി അങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ പണ്ടത്തെ പരമ്പരാഗതമായ രീതിയിൽ LCM കണ്ടുപിടിക്കുക. 3 എണ്ണത്തിലും പോണത് ഏതാ? 5. ഒരു വട്ടം പോയി. 25ല് 5 ടൈംസ് പോയി. 125ല് 25 ടൈംസ് പോയി 5 അല്ലെ. ഇനി വീണ്ടും ഈ രണ്ടെണ്ണത്തിൽ 5 പോവും. അപ്പൊ 5 എഴുതി. ഈ 1 താഴ്ത്തിക്ക് ഇറക്കിട്ടു. 5ല് ഒരു പ്രാവശ്യം. ഇനി 5 25ല് എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം അല്ലെ. ഇനി വീണ്ടും അതിൽ പോണത് 5 തന്നെ. വീണ്ടും 1ഉം താഴ്ത്തിക്ക് ഇറക്കിട്ടു. ഈ 5ല് ഒരു പ്രാവശ്യം. അപ്പൊ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. LCM ഒക്കെ കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഇനി നമുക്ക് എത്രയാണ് സൈഡിൽ കിട്ടിയത്? 5കൾ. 3 5 ആയി കിട്ടിയിട്ടുള്ളത്. 5 ഇൻറ്റു 5 ഇൻറ്റു 5 എത്രയാ? 125. മനസ്സിലായില്ലേ? അപ്പോ ഏതാ പറഞ്ഞത്? ഇങ്ങനെയൊന്നും ഇട്ട് കണ്ടുപിടിക്കണം എന്നില്ല. അല്ലാണ്ട് തന്നെ ഇപ്പൊ വലിയ കുട്ടികളായില്ലേ, 9ാം ക്ലാസ്സിലെത്തിയില്ലേ. അപ്പൊ ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടുപിടിച്ച് സമയം കളയാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? അതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കാം. തന്നിട്ടുള്ള ആ ഡിനോമിനേറ്ററുകളിലത്തെ വലിയ നമ്പർ ഏതാണ്? ആ വലിയ നമ്പറിൽ ബാക്കിയുള്ള രണ്ടെണ്ണം ഡിവിസിബിൾ ആണോ? ഡിവിസിബിൾ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്ത് നോക്കാൻ നിൽക്കണ്ട, അത് തന്നെയായിരിക്കും LCM. അപ്പൊ ഈ LCM കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ LCM കൊണ്ട് ഓരോ ഫ്രാക്ഷനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ ഫ്രാക്ഷനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരെ? അത് ഏതൊക്കെയാണ്? 1/5. ആദ്യം 1/5ന് ചെയ്യാം. ഞാൻ മനസ്സിലാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യാട്ടാ. ചെറിയ കുട്ടികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം. 1/5 ഇൻറ്റു 125 ആദ്യം ചെയ്തു. അപ്പൊ 5 125ല് 25 ടൈംസ് പോയി. അപ്പൊ എത്ര കിട്ടി ഉത്തരം? ഈ 25 ഇൻറ്റു 1 25 ബൈ താഴെ എഴുതേണ്ടത് LCM ആണ് എഴുതേണ്ടത്. മനസ്സിലായി? അപ്പൊ 1/5നെ നമ്മൾ 25/125 ആക്കി മാറ്റി. അടുത്തത് 1/25. അതിനെയും LCM കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 25 ഇതില് 5 പ്രാവശ്യം പോയി. 5 ഇൻറ്റു 1 5 ബൈ 125 എഴുതാൻ മറക്കരുത്. താഴെ LCM. അടുത്ത നമ്പർ 1/125. 1/125 ഇൻറ്റു 125. ഏതാണ് ഈ 125? ഏതാ? LCM. LCM കൊണ്ട് നമ്മൾ നമ്മുടെ 3 ഫ്രാക്ഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 1 ഇൻറ്റു 1 1/125.
ഇപ്പൊ നമുക്ക് 3 പുതിയ ഫ്രാക്ഷൻസ് കിട്ടി. 3 ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണ് അല്ലെ. ഇനി ഇതൊക്കെ എടുത്ത് എഴുതാം. 25/125 പ്ലസ് അടുത്തത് ഏതാ 5/125, അടുത്തത് 1/125. ഇപ്പൊ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയ കാരണം ഇനി നമുക്ക് ആഡ് ചെയ്യാൻ സുഖമാണ്. എങ്ങനെ ആഡ് ചെയ്യാ? ഈ മുകളിൽ കിടക്കുന്ന ഒക്കെ കൂടി ആഡ് ചെയ്യണം. 25 + 5 + 1 31/125 എന്ന് നമുക്ക് കിട്ടി. കഴിഞ്ഞ ഇല്ല. ഇനി ഇതിനെ നമുക്ക് ഡെസിമൽ ആക്കി മാറ്റണം. ഡെസിമൽ ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ നിയറസ്റ്റ് ആയിട്ടുള്ള 125നെ 10ന്റെ പവർ ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്യും? 125നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും അല്ലെ. 31/125 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സമ്മ്. 125നെ ഫാക്ടറൈസ് ചെയ്തു. ചെയ്യാണ്ട് തന്നെ നമുക്ക് അറിയാം 5 25 5 5 ആകെ 5. 3 5നും 2കള് ഇല്ല. അപ്പൊ 2നെ ഇതിനൊരു 2 കൊടുത്തു, ഇതിനൊരു 2 കൊടുത്തു, ഇതിനൊരു 2 കൊടുത്തു. ഇതൊക്കെ എടുത്ത് എഴുതണം കേട്ടാ. ഇവിടെ എന്നിട്ട് ചെയ്യരുത്. ഞാനിപ്പോ വീണ്ടും എടുത്ത് എഴുതാൻ നിൽക്കണ്ട വെച്ചിട്ട് ചെയ്യാണ്. അപ്പൊ 3 2നെ നമ്മൾ സപ്ലൈ ചെയ്തു. ആ 3 2കൾ മാത്രം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 × 2 × 2 8 കിട്ടും അല്ലെ. അപ്പൊ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി രണ്ടിനും. ഇതെത്ര വരും? 2 × 5 2 × 5 3 2 ആണ്. 3 പെയർ വരുന്നുണ്ട്. അപ്പൊ 10⁻³ അല്ലെ. അതായത് 1000 ആണ് കിട്ടുക. 1000 താഴ്ത്തു വന്നു. 31 × 8 എന്ന് പറയുമ്പോ എത്ര വരാ? 248 ന്യൂമറേറ്ററും വന്നു. ഇനി ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ഡെസിമൽ ആക്കാൻ കുഴപ്പമില്ലല്ലോ. 248 ആണ് വരിക. 1000 3 0 1 2 3 സ്ഥാനം ഇങ്ങോട്ട് നീക്കി നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ ഉത്തരം 0.248.